ഷട്ടറിൻ്റെ സെൻട്രൽ ടൈപ്പ് മോട്ടർ ഡ്രൈവ് വരുന്ന മോട്ടർ ഉണ്ടായിരിക്കും. അതുപോലെ ഈ വരുന്ന കാര്യമാണ് അതിൻ്റെ മാനുവൽ. ഇത് നമ്മൾ കോർട്ട്യാർഡ് പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. കോർട്ട്യാർഡ് പോലുള്ള സ്ഥലങ്ങളിൽ ടഫ് ആൻഡ് ഗ്ലാസ് ഉപയോഗിക്കാറുണ്ട്. അത് പെർമനൻ്റ് ആകാം, സ്ലൈഡിങ് ആയിരിക്കാം, അതൊക്കെ കസ്റ്റമറുടെ താല്പര്യം പോലെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗ്ലാസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഷട്ടർ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ലാത്ത് പെർഫറേറ്റർ ലാത്ത് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ലാത്തുമായിട്ടുള്ളത്. യെസ്, ഹലോ, ഹായ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചുള്ള വീടുകളിൽ, ലേറ്റസ്റ്റ് വീടുകളിൽ ഓട്ടോമാറ്റിക് ഷട്ടറുകളുടെ ഉപയോഗം വളരെയേറെയാണ്. വളരെയേറെ എന്ന് പറഞ്ഞാൽ വളരെയേറെയാണ്. അത് ഷട്ടർ എന്ന് പറയുമ്പം രണ്ട് തരത്തിലുള്ള ഷട്ടറാണ് പൊതുവെ ഉപയോഗിച്ച് വരുന്നത്. ഒന്ന് സൈഡ് മോട്ടർ ഉള്ളതുകൊണ്ട്, സെൻട്രൽ മോട്ടർ ഉള്ളതുകൊണ്ട്. ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതിൻ്റെ ഉപയോഗം എവിടെയാണ്, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്നാണ്, അഡ്വാൻറ്റേജ് എന്നാണ്, ഇത് തമ്മിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന മെത്തേഡ് എങ്ങനെയാണ്, വർക്കിംഗ് രീതി എങ്ങനെയാണ്, എത്ര വാട്ട്സാണ് കൺസ്ട്രക്ഷൻ, ഇതൊക്കെയാണ് വിശദമായിട്ട് പറയാൻ പോകുന്നത്. എൻ്റെ പേര് അഭിനീഷ് എന്നാണ്. ഞങ്ങളൊരു എൻട്രൻസ് ഓട്ടോമേഷൻ കമ്പനി നടന്ന ആളാണ്. കമ്പനിയുടെ പേര് ന്യൂട്ടെക് മീഡിയ സൊല്യൂഷൻ. കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പം ഈ നിങ്ങളീ കാണുന്ന ഒരു സെൻട്രൽ മോട്ടറാണ്. എറേക്ക എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പെയിൻ രാജ്യത്തു നിന്ന് വരുന്ന, പ്യൂർലി സ്പെയിനായിട്ട് വരുന്ന സെൻട്രൽ മോട്ടറാണ്. ഇത് ഒരു അൺബോക്സിംഗ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇതിൽ തന്നെ കാര്യങ്ങൾ തുടങ്ങാം. വീഡിയോ മുഴുവനായിട്ട് കാണണം, എന്നാലേ വിശദമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇത് ഈ ഷട്ടർ മോട്ടറിനകത്ത് വരുന്നത് ഒരു ഷട്ടറിൻ്റെ ഒരു മോട്ടർ ഉണ്ടായിരിക്കും. ഇത് ഷട്ടറിൻ്റെ സെൻട്രൽ ടൈപ്പ് മോട്ടർ ഡ്രൈവ് വരുന്ന മോട്ടർ ഉണ്ടായിരിക്കും. കൂടാതെ അതിനകത്തൊരു യൂസർ മാനുവൽ ഉണ്ടായിരിക്കും. പല ലാംഗ്വേജിൽ വരുന്ന, അറബി ഉൾപ്പെടെയുള്ള പല ലാംഗ്വേജ്, സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യത്തിൽ വരുന്ന മാനുവൽ ഉണ്ടായിരിക്കും. കൂടാതെ അതിനകത്തൊരു ആക്സസറി കിറ്റ് ഉണ്ടായിരിക്കും, ഇത് പിടിപ്പിക്കാനുള്ള സംവിധാനത്തിനുള്ളത്. അതുപോലെ ഈ വരുന്ന കാര്യമാണ് അതിൻ്റെ മാനുവൽ. ഷട്ടർ ഇൻ കേസ് എന്തെങ്കിലും കാര്യത്താൽ പവർ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ മാനുവലാക്കിയിട്ട് തുറക്കുന്ന സംവിധാനത്തിനുള്ള മാനുവൽ. കൂടാതെ തന്നെ അതിനകത്ത് രണ്ട് റിമോട്ട് ഉണ്ടായിരിക്കും, രണ്ട് റിമോട്ടുകൾ. കൂടാതെ കൺട്രോൾ പാനൽ ഉണ്ടായിരിക്കും. ഇനിയിപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് നമുക്ക് വീടുകളിൽ ഉപയോഗിക്കുന്ന GI പെർഫറേറ്റഡ് പവർ കോട്ടർ എന്ന് പറയുന്ന ഈ മെറ്റീരിയലാണ് ഇതിൻ്റെ ലാത്ത് വരുന്നത്. ഇത് നമ്മൾ കോർട്ട്യാർഡ് പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. കോർട്ട്യാർഡ് പോലുള്ള സ്ഥലങ്ങളിൽ ടഫ് ആൻഡ് ഗ്ലാസ് ഉപയോഗിക്കാറുണ്ട്. അത് പെർമനൻ്റ് ആകാം, സ്ലൈഡിങ് ആയിരിക്കാം, അതൊക്കെ കസ്റ്റമറുടെ താല്പര്യം പോലെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗ്ലാസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഷട്ടർ ഉപയോഗിക്കുന്നത്. GI പെർഫറേറ്റർ പൗഡർ കോട്ടറാണ് സ്പെസിഫിക്കേഷൻ. ഇതിൻ്റെ ഫിനിഷിങ് നന്നായിരിക്കും, കാരണം ഇത് പൗഡർ കോട്ടിങ് സെക്ഷനിൽ വന്നു കഴിയുമ്പോൾ. വീടുകളിൽ ഉപയോഗിക്കുന്ന ഷട്ടർ സെൻട്രൽ മോട്ടറാണ് ഞാൻ പറഞ്ഞതനുസരിച്ച്. അത് ഇൻവേർട്ടറെ വർക്ക് ചെയ്യും. കൂടാതെ തന്നെ അതിനകത്തൊരു മാനുവൽ റിലീസ് ഉണ്ടായിരിക്കും. അതിൽ പിടിച്ച് തിരിച്ചാൽ കൈകൊണ്ട് പൊക്കുകയും താക്കുകയും ചെയ്യും. ഈ സെൻട്രൽ മോട്ടറിന് എന്ന് പറയുമ്പം ഇത് ആക്ച്വലി ലിഫ്റ്റിംഗ് കപ്പാസിറ്റി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് 160 kg, 200 kg, 360 kg എന്ന് 3 തരത്തിലുള്ള കാറ്റഗറി ബേസിലുള്ള മോട്ടറുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഷട്ടറിൻ്റെ മെക്കാനിക്സിനകത്ത് ഒരു സ്പ്രിങ് സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ ജസ്റ്റ് ഒരു വലിക്കുക എന്നൊരു പ്രോസസ്സ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ടാണ് 60, 160, 200, 360 kg വെച്ചിട്ട് വരുന്നത്. ഇത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള മോട്ടറുകളാണ് സെൻട്രൽ മോട്ടർ കണ്ടുവരുന്നത്. ഈ കാണുന്ന പോലത്തെ സ്പെയിൻ ഉണ്ടായിരിക്കും, ഇറ്റാലിയൻ ഉണ്ടായിരിക്കും, പല രാജ്യത്തു നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ സെൻട്രൽ മോട്ടറിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. അടുത്ത സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, കുറച്ച് മുമ്പേ പറഞ്ഞതനുസരിച്ച് സൈഡ് മോട്ടറാണ് വരുന്നത്. സെൻട്രൽ മോട്ടർ ഉപയോഗിക്കുന്നത് റെസിഡൻഷ്യൽ പർപ്പസിനാണെങ്കിൽ, സൈഡ് മോട്ടർ ഉപയോഗിക്കുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിന്, അതായത് കടകൾ, മാളുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അതിന് രണ്ടും ഉപയോഗിക്കുന്ന ലാത്ത് ഈ പറയുന്ന പോലത്തെ GI പെർഫറേറ്റർ പൗഡർ കോട്ടർ ലാത്തുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ലാത്ത് GI പെർഫറേറ്റർ ലാത്ത് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ലാത്തുമായിട്ടുള്ളത്. ലാത്ത് എന്ന് പറയുമ്പം ഷട്ടറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന സാധനത്തിനാണ് ലാത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ ഷട്ടറുകൾക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. ഇതൊരു പോളി കാർബണേറ്റ് മെറ്റീരിയലാണ്. ഇത് നിങ്ങൾ ഒരുപക്ഷേ കണ്ടിട്ടുള്ളത് ലുലു മാള് പോലുള്ള സ്ഥലങ്ങളിൽ ഉള്ള ഷോറൂം ഡിസ്പ്ലേകളിൽ വൈകിട്ടാണെങ്കിലും താത്തിടുകയും അല്ലാത്ത സമയത്ത് സേഫ്റ്റി കിട്ടുകയും ചെയ്യുന്ന തന്നു വരുന്ന ഓട്ടോമാറ്റിക് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പം സൈഡ് മോട്ടറിലേക്ക് പറഞ്ഞതിന് ശേഷം മെറ്റീരിയൽ ഞാൻ പരിചയപ്പെടുത്താം. സൈഡ് മോട്ടർ എന്ന് പറയുമ്പം ഇപ്പം സെൻട്രൽ മോട്ടർ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മാനുവലാക്കാൻ വേണ്ടിയിട്ട് മേളിൽ ഇപ്പോൾ ഈ കാണിച്ച പോലത്തെ ഈ സംവിധാനം മേളിൽ വരുന്നു.
ഇത് പിടിച്ച് ഒരു 25 പ്രാവശ്യം തിരിക്കുമ്പോൾ മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ തന്നെ ഇതിന് 600 വാട്ട്സേ ഉള്ളൂ. 600 വാട്ട്സ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ ഉള്ളൂ. അതുപോലെ തന്നെ സിംഗിൾ ഫേസ് ആണ്. കപ്പാസിറ്ററുണ്ട്. കപ്പാസിറ്റർ വന്നു കഴിയുമ്പം അത് 18 ഫാരഡിൻ്റെ കപ്പാസിറ്റർ, IP20 ആണ് അതിൻ്റെ റേറ്റിംഗ് വരുന്നത്. 230 വോൾട്ട് 50 ഹെർട്സ് ഫ്രീക്വൻസി വരുന്ന 160 kg ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള മോട്ടറാണ് വരുന്നത്. അപ്പം ഇങ്ങനെ വരുന്നു. ഇത് കറണ്ട് പോയെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവേർട്ടറിലാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിനകത്ത് ഇൻവേർട്ടറിലും വർക്ക് ചെയ്യും, അപ്പം മാനുവലിലും വർക്ക് ചെയ്യും, മാനുവൽ തിരിച്ചു തരും. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇത് കാരണം യാതൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. സെൻട്രൽ മോട്ടറിൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്തത് പറയുകയാണെങ്കിൽ സൈഡ് മോട്ടർ പറഞ്ഞു വന്നപ്പോൾ ഇതിലേക്ക് കയറി വന്നതാണ്. സൈഡ് മോട്ടർ എന്ന് പറയുമ്പം അത് നമുക്ക് വിസിബിൾ ആകുന്ന രീതിയിലാണ് മോട്ടർ വരുന്നത്. പുറത്ത് കാണാൻ പറ്റും. നിങ്ങൾ ഈ ഇമേജിൽ കാണുന്നത് പോലെ പുറത്ത് കാണാൻ പറ്റും. ആ പുറത്ത് കാണുന്ന സാധനം നമ്മൾ മാനുവലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയിനെ പിടിച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് വലിച്ചെങ്കിൽ മാത്രമേ മാനുവലാക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് സ്പ്രിംഗ് ആക്ഷൻ സംവിധാനമില്ല. ഇത് ഫുള്ളി ലിഫ്റ്റ് ചെയ്യുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി സൈഡ് മോട്ടറിൻ്റെ വരുന്നത് 400 kg, 600, 800, 1000, 1200 അങ്ങനെയാണ് അതിൻ്റെ കാറ്റഗറൈസ് ചെയ്തത്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ സൈഡ് മോട്ടർ എന്ന് പറയുന്നത് കടകൾക്കുള്ളതാണ്. എങ്കിൽ തന്നെ ചില സാഹചര്യത്തിൽ അത് വീടുകളിൽ ഉപയോഗിക്കാറുണ്ട്. കമ്പാരിറ്റീവ്ലി സൈഡ് മോട്ടർ ടു സെൻട്രൽ മോട്ടർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറവ് സൈഡ് മോട്ടർ ആയിരിക്കും. കാരണം അതിനകത്തുള്ള മെക്കാനിസംസ് ഒന്നുമില്ല. സൈഡ് മോട്ടറിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. ഏകദേശം ഒരു 20 to 30% കമ്പാരിറ്റീവ്ലി സെൻട്രൽ മോട്ടറിന് ഇതിനേക്കാൾ പ്രൈസ് കൂടുതലായിരിക്കും. പ്രൈസും കാര്യങ്ങളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയാത്തതിൻ്റെ കാരണം ഡിപ്പെൻഡിങ്സ്, അതായത് സ്ക്വയർ ഫീറ്റിനെ ആശ്രയിച്ചിരിക്കും പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ കോട്ടയത്തുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞങ്ങൾ വയനാടും ഒക്കെ നമുക്ക് സൈറ്റുണ്ട്. അപ്പോൾ ദൂരോട്ടുള്ള സാഹചര്യത്തിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് വരും. വയനാടുണ്ട്, തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നമുക്ക് പ്രൊജക്റ്റുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഫോണിലൂടെ പ്രൈസ് പറയാത്തത്. നമ്മുടെ ഈ കോൺടാക്റ്റ് നമ്പർ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും വെബ്സൈറ്റും ഡീറ്റെയിലും ഞങ്ങളുടെ ഈ വീഡിയോയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ബന്ധപ്പെടുമ്പോൾ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എവിടെ ഇരുന്നാണെങ്കിൽ പോലും നമുക്ക് വാട്സപ്പിൽ സംസാരിച്ച് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള സൂപ്പർവൈസർ സൈറ്റ് വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാനൊക്കെ തയ്യാറാണ്. സെൻട്രൽ മോട്ടറും സൈഡ് മോട്ടറും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത ഷട്ടറിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതായത് ലാത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ലാത്ത് GI പെർഫറേറ്റർ ലാത്ത് ഞാൻ കാണിച്ചു. അതുകൂടാതെ തന്നെ അത് മാത്രമല്ല ലാത്തുള്ളത്. ഇതിപ്പം ഞാനിപ്പോൾ പറഞ്ഞതനുസരിച്ച് പോളികാർബണേറ്റ് മെറ്റീരിയൽ വരുന്ന ലാത്താണ്. ഇത് സെൻട്രൽ മോട്ടറാണ്, സൈഡ് മോട്ടറാണ് ഉപയോഗിക്കാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്, സൈഡ് മോട്ടർ എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ പർപ്പസിനുള്ളതല്ല, എങ്കിലും റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. റെസിഡൻഷ്യൽ ഉപയോഗിക്കുമ്പോൾ യാതൊരു തെറ്റുള്ള കാര്യമല്ല, അതാണ്. പിന്നെ കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ഒന്നത് ഇത് അലൂമിനിയത്തിൻ്റെ ഒരു മെറ്റീരിയലാണ്. ഇത് സൈഡ് മോട്ടർ, സെൻട്രൽ മോട്ടർ ഉപയോഗിക്കാം. ഈ പറഞ്ഞ GI പെർഫറേറ്റർ മെറ്റീരിയൽ അല്ലാതെ വരുന്ന മെറ്റീരിയലിന് മറ്റുള്ളതിനെ അപേക്ഷിച്ച് സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂടുതലായിരിക്കും. അടുത്ത് വരുന്നത് പലതരത്തിലുള്ള അതിൻ്റെ ഫേസുകളാണ്. ഇപ്പം പെർഫറേഷൻ തന്നെ ഇതിങ്ങനെ ഒരു ഡയമണ്ട് കട്ട് എന്ന രീതിയിൽ വരുന്നു. ഇതെല്ലാം പവർ കോട്ടിങ് വരുമ്പോൾ കാഴ്ചയിൽ ഭംഗിയുള്ളതായി മാറും. ഇത് മറ്റൊരു തരത്തിലുള്ള സൈഡ് മോട്ടറിൽ വരുന്ന മെറ്റീരിയൽ. കൂടാതെ ഇത് മറ്റൊരു തരത്തിൽ വരുന്ന സൈഡ് മോട്ടറുള്ള മെറ്റീരിയൽ. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഇൻസുലേറ്റർ കൂടെയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പർപ്പസ് വേറെയാണ്. കൂടുതലുള്ള വിഷയങ്ങൾ നമ്മൾ ഫോണിൽ സംസാരിക്കുന്നതായിരിക്കും. ഇതിപ്പം നമ്മുടെ അലൂമിനിയം വിൻഡോ വരുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന അലൂമിനിയത്തിൻ്റെ മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സംവിധാനമാണ്. അത് ഞാൻ പറയുന്നതായിരിക്കും. ഇത് മറ്റൊരു സൈഡ് മോട്ടറിനല്ല ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സെൻട്രൽ മോട്ടർ ഉപയോഗിക്കുന്ന ലാത്താണ്. ഇതിനകത്ത് കാണാൻ മനസ്സിലാക്കാൻ പറ്റും, ലാത്താണ്. ഇത് മറ്റൊരു അലൂമിനിയത്തിൻ്റെ ഡിഫറൻ്റ് രീതിയിലുള്ളൊരു ലാത്താണ്. അതുപോലെ തന്നെ സൈഡോ സെൻട്രോ മോട്ടർ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൈഡ് ചാനലാണ്. ഇതൊക്കെ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ഉപയോഗങ്ങളാണ് വരുന്നത്. ഇത് സാധാരണ ഉപയോഗിക്കുന്ന ഷട്ടറിൻ്റെ ഒരു ബോട്ടം പ്ലേറ്റിൻ്റെ ഒരു വേറൊരു മെത്തേഡാണ്. ഇത് വളരെ ഒരു പ്രത്യേക രീതിയിൽ സ്മൂത്തായിട്ട് വന്ന് ഇറങ്ങുന്ന രീതിയാണ്. താഴെ ഒന്ന് ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം ഓരോ ആവശ്യാനുസരണം ആണ് മാറ്റങ്ങൾ വരുന്നത്. പിന്നെ വേറെ ആൾക്കാർ അറിയേണ്ട മറ്റൊരു കാര്യം ചോദിച്ചാൽ, സൈഡ് മോട്ടറും സെൻട്രൽ മോട്ടറും എടുക്കുമ്പം സൈഡ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പ്യുവർ യൂറോപ്യൻ അല്ല, അത് OEM ആണ് വരുന്നത്. അത് സംബന്ധിച്ച് സെൻട്രൽ മോട്ടർ എന്ന് പറഞ്ഞാൽ വരുന്നത് എല്ലാം ഞാൻ കണ്ടിരിക്കുന്ന എല്ലാം 1-2 സാധനങ്ങൾ ഒഴിച്ച്
ഞാൻ ബ്രാൻഡ് പറയുന്നില്ലെന്ന് മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും സെൻട്രൽ മോട്ടോർ വരുന്നത് യൂറോപ്പിനാണ്. ഒന്നെങ്കിൽ ഇറ്റലി വരും, ജർമ്മനി വരാം, അതുപോലെ തന്നെ സ്പെയിൻ വരാം, അങ്ങനെയുള്ള വരും. സൈഡ് മോട്ടോർ വരുമ്പം അത് യൂറോപ്യൻ വരുന്നത് OEM ആയിരിക്കും. അത് അങ്ങനെയാണ് ഞാൻ കണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് സെൻട്രൽ മോട്ടർ, പൈസയുടെ മാറ്റം ഉണ്ടെങ്കിൽ പോലും അത് സെൻട്രൽ മോട്ടർ ഉപയോഗിക്കാനാണ്. അത് ഉപയോഗിക്കുന്നതിൻ്റെ കൺവീനിയൻസ് ഒരു കാരണവശാലും സൈഡ് മോട്ടറിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ മാനുവലാക്കുന്ന മെതയുടെ രീതി. അതുപോലെ തന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഷട്ടർ ഉപയോഗിക്കുമ്പം അകത്താണോ പുറത്താണോ എന്ന്. ആക്ച്വലി ഗ്ലാസ് വരുന്നതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഷട്ടർ പുറത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ഗ്ലാസ് പുറത്ത് കൊടുത്തേച്ച് ഷട്ടർ പുറത്ത് കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അകത്ത് നമ്മൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ അതിനകത്തൊരു സീലിംഗ് കൊടുക്കുകയും ജിപ്സം സീലിംഗ് വരുമ്പോൾ അത് ഏറ്റവും മേളിൽ നിന്ന് ഷട്ടർ കൊടുക്കുകയും അവിടെ ഒരു ചെറിയ സ്പേസ് ഇടുവാണെങ്കിൽ അവിടെ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഏകദേശം എല്ലാവിധ കണ്ടൻറ്റും കൂടെ സംശയങ്ങളിലൂടെ ദൂരീകരിച്ചാണ് വീഡിയോ പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ തരത്തിലുള്ള അറിവോട് കൂടിയ ഓട്ടോമേഷൻ രംഗത്തുള്ള വീഡിയോകൾ ഇനിയും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ല. എൻ്റെ പേര് അഭിനീഷ്. താങ്ക് യു.